സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ജീവിതം നരകതുല്യമാണ്. അല്ല, ഇനിയിപ്പോൾ കുട്ടികളൊന്നുമില്ല, സിംഗിളാണ്, ഒരു പാർട്ട്ണർ, ഈ രണ്ട് പാർട്ട്ണർക്കും അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വളരെ സേഫാണ്. കാരണം കുട്ടികളില്ലല്ലോ. അത് കാരണം കുട്ടികളുടെ കാര്യത്തിലുള്ള ആകുലതയും വേവലാതിയും ഒന്നും അതിലുണ്ടാവില്ല. ഡിവോഴ്സിന് എളുപ്പമാണ്, എന്ത് സിമ്പിളായിട്ട് ഡിവോഴ്സിനെ പറ്റി ആലോചിക്കാവുന്നതേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോൾ കുട്ടികളുണ്ടെങ്കിലും എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതിനേക്കാളും എത്രയോ മടങ്ങ് നല്ലത് ഡിവോഴ്സ് തന്നെയാണ്. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു സമയം അതിനെപ്പറ്റി ചിന്തിക്കാൻ നമ്മൾ എടുക്കണം. പെട്ടെന്നുള്ള ദേഷ്യത്തിന് പോയിട്ട് സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഇനി അങ്ങനെ ആരെങ്കിലും ആലോചിക്കുന്നവരുണ്ടെങ്കിൽ നന്നായി ആലോചിക്കുക. നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല അല്ലേ, കുട്ടികളുടെ ഭാവി എന്താണെന്ന്. ആ കുട്ടികൾ നിങ്ങൾ നൊന്ത് പ്രസവിച്ച മക്കൾ എന്തുമാത്രം അനുഭവിക്കേണ്ടി വരും. പിന്നെ ഉള്ളത് അവരെ നോക്കാനുള്ളത്, ഒരു പക്ഷേ അച്ഛൻ വേറൊരു വിവാഹം കഴിച്ചു, രണ്ടാം അമ്മയാണെന്ന് പറഞ്ഞാൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. ഇനി അല്ല, അമ്മയുടെ വീട്ടുകാരാണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഒരുപാട് പീഡനങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല. എങ്കിലും എന്തുകൊണ്ടും നിങ്ങൾ മക്കളെ ആലോചിച്ച് വേറൊരു ജീവിതം പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്ത് മറ്റൊരു ജീവിതത്തിലേക്ക് നിങ്ങളും മക്കളും മാത്രം ഉള്ള ഒരു ജീവിതത്തിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എപ്പോഴാണ് ഡിവോഴ്സിൻ്റെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുന്നത്? ഏതൊരു പങ്കാളി, ഒരു ഭാര്യ ആവട്ടെ ഭർത്താവാകട്ടെ, ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇനി ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കഴിയുന്നതും അതിൽ തന്നെ തൂങ്ങി നിൽക്കാതെ എങ്ങനെയെങ്കിലും ജീവിതം സഹിച്ചു പോവാ എന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോവാതെ സെപ്പറേറ്റ് ആവുന്നതാണ് ഏറ്റവും നല്ലത്. ലീഗലി ഉള്ള കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് വർഷങ്ങളാവും, കേസും കോടതിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ച് വർഷങ്ങളാവും. പക്ഷേ എന്നാലും നിങ്ങൾ വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കാതെ മാറി താമസിക്കുന്നു എന്നുള്ളത് കുറേയൊക്കെ ആശ്വാസം കിട്ടും. എന്തൊക്കെ ആയാലും മനസ്സിന് കുറച്ച് വിഷമം തന്നെയാണ്, പക്ഷേ കൂടുതൽ അനുഭവിക്കേണ്ട. അപ്പോൾ ശാരീരിക പീഡനം അനുഭവിക്കുന്നവരാണെങ്കിൽ, ഭർത്താവിൽ നിന്ന് ശാരീരിക പീഡനം അനുഭവിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അത് ഉണ്ടാവില്ല. അതിൽ നിന്ന് തന്നെ ഒരു റിലീഫ് കിട്ടില്ലേ. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, നിങ്ങളുടെ സമ്മതത്തോടു കൂടി മാത്രമേ അവർക്ക് അതിൽ തൊടാൻ അധികാരമുള്ളൂ. അല്ല, അപ്പോൾ നിങ്ങളുടെ ആഭരണങ്ങളും നിങ്ങളുടെ സ്ത്രീധനവും കിട്ടി കല്യാണം കഴിച്ചു കൊണ്ട് പോകുന്ന ആളെ നിങ്ങൾ എന്തിനും മൈൻഡ് ചെയ്യണം? അവർ നിങ്ങളുടെ ചിലവിലാണ്, അവരുടെ കുടുംബവും നിങ്ങളുടെ ചിലവിലാണ് ജീവിക്കുന്നത്. പിന്നെ നിങ്ങളെന്തിനാ അവരെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യം? അവരെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾ പെൺകുട്ടികളെ വളം വെച്ച് കൊടുത്തിട്ടാണ്, അവരെ പേടിച്ച് ഇരുന്ന് വളം വെച്ച് കൊടുത്തിട്ടാണ്. അതിൻ്റെ ആവശ്യമില്ലാതെ അവരെ ഉപദ്രവിക്കണം, മിരട്ടണം ഒന്നുമല്ല ഞാൻ പറയണത്. പക്ഷേ നിങ്ങളുടെ മുതൽ, നിങ്ങളുടെ അമ്മയും അച്ഛനും തന്നത് മുതൽ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. നിങ്ങളുടെ സമ്മതം കൂടാതെ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, തുടക്കത്തിലൊന്നും കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ സൂക്ഷിക്കുക. എവിടെ ഞാൻ പറയണത് കിട്ടും, ഏതോ കുറച്ച് കൂട്ടരുണ്ട്, അവർ ആഭരണം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ അമ്മായിയമ്മയാണ് അത് സൂക്ഷിക്കുന്നത്. എന്താ ആവശ്യം? അമ്മായിയമ്മയുടെ ആവശ്യം എന്താണ്? അമ്മായിയമ്മയുടെ മുതലൊന്നുമല്ലല്ലോ ഇത്, നിങ്ങളുടെ അമ്മയും അച്ഛനും തന്ന മുതലാണ്. അത് അമ്മായിയമ്മ സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ തന്നെ സൂക്ഷിച്ചാൽ മതി. എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഒരു സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നല്ലാതെ അതുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് വേറെ ആരുമില്ല. കൂടുതലും മക്കളുണ്ടെങ്കിൽ മക്കൾ തന്നെ, അല്ല നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെയും പോട്ടെ. എങ്കിലും നിങ്ങൾ എന്തിനാണ് ഒരു സൂയിസൈഡിനെ കുറിച്ച് ആലോചിക്കുന്നത്? നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കാമല്ലോ. ജീവിച്ച് പഠിച്ചവരാണെങ്കിൽ ഒരു ജോലിക്ക് പോവുക, ഒരു ജോലി നേടിയെടുക്കുക, സുഖമായി ജീവിക്കുക, ശരിയായ ഒരു പാർട്ട്ണറെ പിന്നെ കണ്ടെത്തുകയാണെങ്കിൽ അപ്പോൾ ഒരു മാരേജിനെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് പാർട്ട്ണറുടെ സ്വഭാവം. അതിപ്പോൾ ഹസ്ബൻഡിൻ്റെ ഭാഗത്തായാലും ശരി, വൈഫിൻ്റെ ഭാഗത്ത് നിന്നായാലും ശരി. ഇപ്പോൾ വൈഫിനെ കൊണ്ട് ഉപദ്രവം സഹിക്കാൻ പറ്റാതെ ജീവിക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട്, അതുകൊണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ രണ്ടു കൂട്ടരും നല്ല രീതിയിൽ സമാധാനമായിട്ട് ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആവുന്നത് തന്നെ നല്ലത്. ആർക്ക് വേണ്ടിയാണ് ഈ പിന്നെ ഒരുമിച്ച് സഹിച്ച് ജീവിക്കുന്നത്? രണ്ടാൾക്കും താല്പര്യമില്ലെങ്കിൽ രണ്ടാളും മാറി താമസിക്കുക, ആ ഒരു ചിന്താഗതിയാണ് ഇനി വേണ്ടത്. അല്ലാതെ നാട്ടുകാരെന്ത് പറയും അല്ലെങ്കിൽ വീട്ടുകാരെന്ത് പറയും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ആഭരണങ്ങളൊക്കെ ഈ ഒരു പിന്നെ അപ്രോച്ചൊക്കെ മാറണം. ഈ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആഭരണങ്ങൾ ഭർത്താവിൻ്റെ വീട്ടുകാർക്കുള്ളതാണ്, ഭർത്താവിൻ്റെ വീട്ടുകാരാണ് സൂക്ഷിക്കേണ്ടത്, ഭർത്താവിൻ്റെ അമ്മയാണ് സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ തിരുത്തി എഴുതേണ്ടത് നിങ്ങൾ പെൺകുട്ടികളാണ്. അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ വീട്ടുകാർ തന്ന ആഭരണങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. എന്നിട്ടിപ്പോൾ ഇത്രയൊക്കെ ഇവർക്ക് കൊടുക്കുകയും ചെയ്തിട്ട് അവസാനം നിങ്ങൾക്ക് അവിടെ ഒരു പട്ടട വില പോലും ഇല്ല. ഇന്ന് കാലത്ത് പട്ടികൾക്കെങ്കിലും അവർ രാജകീയമായിട്ടാണ് ഓരോ വീട്ടിൽ താമസിക്കുന്നത്. ഇത്രയും ആഭരണങ്ങൾ കൊടുത്തിട്ടും സ്ത്രീധനങ്ങൾ കൊടുത്തിട്ടും അവിടുത്തെ പണികൾ മുഴുവൻ ചെയ്തിട്ടും നിങ്ങളെ പട്ടട വില പോലും അവർ വെക്കുന്നില്ല. കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ മുതൽ നിങ്ങൾക്കറിയാം നിങ്ങൾ അത്ര കാലം ജീവിച്ചതും ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതവും എങ്ങനെയാണെന്ന്.
എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ. ഒരുപാട് പേർക്ക് സ്വന്തം വീട്ടിലേക്കാളും ഒരുപക്ഷെ ഭർത്താവിൻ്റെ വീടാണ് കുറച്ചുകൂടി ഫ്രീഡം ഉള്ളത്, അല്ലെങ്കിൽ സന്തോഷമായി ഇരിക്കുന്നത് എന്നുള്ളതും എനിക്കറിയാം. അങ്ങനെ അതും എനിക്കറിയാം നന്നായിട്ട്. എല്ലാവരെയും ഞാൻ അധിക്ഷേപിക്കുന്നതല്ല. പക്ഷേ മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയെ മാനസികമായിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് സ്ത്രീധനവും ആഭരണങ്ങളും എല്ലാം വാങ്ങി ഇവരുടെ വീട്ടിലേക്ക് ചിലവാക്കി ആ കുട്ടിക്ക് ഒരു സമാധാനവും സന്തോഷവും ഒന്നും കൊടുക്കാതെ അതിനിട്ട് ദ്രോഹിക്കുന്ന കുടുംബങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞു. ഇത് പെൺകുട്ടികളെ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇതൊക്കെ മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞു. ഇതൊക്കെ പെൺകുട്ടികളെ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇതെല്ലാം മാറ്റാൻ പറ്റുള്ളൂ. ഈ കാഴ്ചപ്പാടെല്ലാം മാറണം. ഈ സ്ത്രീധനം കൊടുക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം. 5 പൈസ സ്ത്രീധനം തരില്ല, ആഭരണങ്ങളും കൊടുക്കാൻ പാടില്ല. എന്താണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പേരിൽ ഡെപ്പോസിറ്റ് ഇടുക. അത് നിങ്ങൾക്കുള്ളതാണ്. അതിന്ന് പലിശ എടുത്ത് ജീവിക്കുക. അത് മുതലേ തൊടാൻ പറ്റില്ല. അങ്ങനെ ഒരു പെണ്ണിനെ നോക്കാൻ കഴിവില്ലാത്തവൻ കല്യാണം കഴിക്കണ്ട. പെണ്ണിൻ്റെ മുതലും കൊണ്ടുപോയിട്ട് ജീവിച്ച് പെണ്ണിനെ നോക്കി അടിച്ച് ദ്രോഹിച്ച് കെട്ടിത്തൂക്കുന്ന ഭർത്താവിനെ വേണ്ടാന്ന് വെക്കണം നിങ്ങളും. എല്ലാവരും ഒന്ന് മാറി ചിന്തിക്കുക പെൺകുട്ടികളൊക്കെ. അപ്പോൾ എല്ലാം മാറും. ഈ കാഴ്ചപ്പാടുകളെ മാറും. ഇങ്ങനെയൊന്നും ഇതൊക്കെ നമ്മൾ തടയണമെങ്കിൽ ആരെങ്കിലും മുന്നോട്ട് വരണമല്ലോ. ആരെങ്കിലും മുന്നോട്ട് വരണം. ഇതൊക്കെ ചെയ്താലേ നമ്മൾക്ക് എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് അപ്പം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. കല്യാണം ആർഭാടമായി നടത്തണമെന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പോൾ നടത്തുന്ന കല്യാണങ്ങളെല്ലാം വെറുതെ ആർഭാടമായി നടത്തുന്ന കാശെല്ലാം വെറുതെ പോകുന്നതാണ്. ഇനിയുള്ള കാലത്ത് അതെല്ലാം മാറ്റണം. കാരണം ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. കല്യാണത്തിന് ഭീമമായ ഒരു തുകയാണ് നമുക്ക് ചിലവാകുന്നത്. ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേർക്കിട്, നിങ്ങളുടെ അക്കൗണ്ടിലിട്. നിങ്ങൾ വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ച് കല്യാണം നടത്തുക. ഒരു ചെറിയ ചടങ്ങ്, അതാണ് നല്ലത്. അല്ലാതെ വെറുതെ പൈസ അങ്ങനെ പൊടിച്ച് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പൈസ പൊടിച്ച് ആഘോഷിച്ചിട്ട് 1 മാസം കഴിഞ്ഞ് മകൾ വീട്ടിലെത്തേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങൾ പെൺകുട്ടികളെ സംസാരിച്ച് ശരിയാക്കേണ്ടതാണ്. അല്ലാതെ ഈ കാണുന്നതൊന്നുമല്ല ജീവിതം. കല്യാണ ദിവസം ഉള്ളതൊന്നുമല്ല തുടർന്നുള്ള ജീവിതം. ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിൽ ഇന്ത്യയിൽ ഡിവോഴ്സ് കൂടി വരാനുള്ള കാരണങ്ങൾ ചിലതാണ് പറയുന്നത്. ഒന്ന് സ്റ്റിഗ്മ, പിന്നെ ഹൈ എക്സ്പെക്റ്റേഷൻ, പിന്നെ അവയർനെസ്, പിന്നെ വുമൻ എംപവർമെൻറ്റ്. ഇതെല്ലാം ഡിവോഴ്സ് കൂടുന്നതിനുള്ള കാരണമായിട്ടാണ് അവർ പഠന റിപ്പോർട്ടിൽ കാണുന്നത്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഡിവോഴ്സ് നടക്കുന്നത് 1% മാത്രമാണെന്ന് നമുക്ക് ഓർമ്മ വേണം. എന്നിട്ടാണ് ഇത്രയും നമ്മൾ കിടന്ന് പറയുന്നത് ഈ ഡിവോഴ്സ് കൂടുതലാണ്, ഇന്ത്യയിലെ ഡിവോഴ്സ് കൂടുതലാണ്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളുടെ അവസ്ഥ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിനു വേണ്ടി നമ്മൾ കോടതിയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയമെടുക്കും. പ്രത്യേകിച്ച് അതൊരു മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ അത്ര സമയമെടുക്കില്ല. കാരണം മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പാർട്ണർ 2 പേരും, ഭാര്യയും ഭർത്താവും ഒരേ സമ്മതത്തോടു കൂടി ശരി നമുക്ക് പിരിയാം, ഞാൻ ഡിവോഴ്സിന് തയ്യാറാണ് എന്ന് 2 പേരും സമ്മതിച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് വേഗം നടക്കും. അപ്പോഴും ഒരു സമയമുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിയണം. പിന്നെ മ്യൂച്വൽ ഡിവോഴ്സ്മെൻ്റ് ആണെങ്കിലും 6 മാസം അവർ കൗൺസിലിങ്ങിനും അതിനൊക്കെ ആയിട്ട് നമ്മളെ വിളിക്കും. എങ്ങനെയെങ്കിലും ചേർന്ന് പോകാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 6 മാസത്തെ സമയം തരും. അതിൽ അവർ 2-3 പ്രാവശ്യം കൗൺസിലിംഗ് വയ്ക്കും. എന്നിട്ടും ഓക്കെ ആയില്ലെങ്കിൽ അവർ പെട്ടെന്ന് നമുക്ക് ഡിവോഴ്സ് തരും. അത് മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ. പിന്നെ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് ആണെങ്കിൽ, കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം താല്പര്യം ഡിവോഴ്സ് ചെയ്യണം, മറ്റേ ആൾ സമ്മതിക്കുന്നേ ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് അതിനെ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ ഭാര്യയാണ് ഡിവോഴ്സിന് താല്പര്യം, ഡിവോഴ്സ് വേണമെന്ന് കോടതി പോയി കഴിഞ്ഞാൽ ഭർത്താവ് ഒരിക്കലും അതിനെ സമ്മതിക്കില്ല. സമയത്ത് കോടതിയിൽ എത്തില്ല. സമയത്ത് കൈപ്പറ്റാൻ തന്നെ ഒരുപാട് ലേറ്റ് ആവും. അങ്ങനെ അത് നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ 2 തരം ഡിവോഴ്സാണ് ഉള്ളത്. ഇതിൽ മ്യൂച്വൽ ഡിവോഴ്സ്മെൻ്റ് ആണെങ്കിൽ 2 പേർക്കും നല്ലതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 2 പേരും ചെയ്ത് കഴിഞ്ഞാൽ 2 പേർക്ക് 2 പേരുടെ വഴി നോക്കാം. സൂയിസൈഡിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും മുൻപ് നിങ്ങളുടെ മക്കളെക്കുറിച്ചും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചും എല്ലാം ആലോചിക്കുക. ഇത് മാത്രമൊന്നല്ല ഒരു ജീവിതം. ശ്രമിച്ചാൽ വീണ്ടും ഒരു നല്ല ജീവിതം നമുക്ക് പറ്റും. അല്ല ഇനിയിപ്പോൾ ഒരു വിവാഹ ജീവിതം വേണം എന്ന നിർബന്ധമൊന്നുമില്ല. അതങ്ങനെ ജീവിച്ചവർക്ക് നന്നായിട്ട് അറിയാം. അതിനൊരു സാക്ഷിയാണ് ഞാൻ, ഒരു വിക്ടിമാണ് ഞാൻ. വിവാഹ ജീവിതം ഭർത്താവ് ഉള്ളതിനേക്കാളും സന്തോഷമായിട്ട് ഞാനിന്ന് ജീവിക്കുന്നുണ്ട്. എന്തൊരു ഫ്രീഡമാണ്, എന്തൊരു സമാധാനമാണ്, എന്തൊരു സന്തോഷമാണ്. ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണമേ കഴിക്കില്ലായിരുന്നു. പണ്ട് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ, കാരണം എൻ്റെ അച്ഛനും അമ്മയും ജീവിക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതുപോലെ സന്തോഷമുള്ള ജീവിതമായിരിക്കുന്നു ഞാൻ വിചാരിച്ചു. കഴിച്ചപ്പോഴല്ലേ അറിയണത് വേണ്ടായിരുന്നു എന്ന്. പക്ഷെ ഞാൻ ഇതുപോലെയെല്ലാം സഹിക്കാനൊന്നും ഞാൻ നിന്നില്ല. കുറച്ച് നോക്കി അയാൾ ഒന്നിനും കൊള്ളില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഇട്ടിട്ട് വന്നു. ഞാൻ എൻ്റെ കുട്ടികളെയും കൊണ്ട് ഞാൻ വന്നു. അതുപോലെ ഇപ്പോൾ എത്ര സന്തോഷമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അത് അയാളുടെ ജീവിതം ശരിയല്ല, അയാളോടൊപ്പമുള്ള ജീവിതം ശരിയല്ല എന്നും പറഞ്ഞ് ഞാൻ സൂയിസൈഡ് ചെയ്താണെങ്കിൽ ഈ സന്തോഷമായ നിമിഷങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടേനെ.
എന്തായാലും അങ്ങനെ ഒരു ബുദ്ധിയില്ലായ്മയൊന്നും എനിക്ക് തോന്നാതെ ഇരുന്നതിന് ഈശ്വരനോട് ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് എൻ്റെ അമ്മയും അച്ഛനോടും ഒരുപാട് നന്ദി. അവരുടെ സപ്പോർട്ടും എനിക്ക് ഉണ്ടായിരുന്നു. അതുകൂടി വേണം എല്ലാവർക്കും. അതില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമ്മൾ നമ്മുടെ കഴിവ് വെച്ച് പരമാവധി ശ്രമിച്ചാലേ ലക്ഷ്യം മുന്നിൽ കാണുള്ളൂ. നമ്മൾ ശ്രമിക്കുമ്പോൾ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോഴേ ഓരോ വഴികൾ നമ്മുടെ മുന്നിലേക്ക് തുറന്ന് കിട്ടുള്ളൂ. വീണ്ടും നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് സൂയിസൈഡിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഡിവോഴ്സാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകളും ഉണ്ടാകട്ടെ, നല്ല നല്ല കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.